ഇത് മഞ്ഞക്കൊന്ന. കാഴ്ചയിൽ വളരെ സുന്ദരിയാണ്. നല്ല പച്ച ഇലകൾക്കിടയിൽ ഇടകലർന്ന് നല്ല മഞ്ഞ പൂക്കളുള്ള ചെടിയാണിത്. ഇത് ഇപ്പോൾ സൗദിയിൽ ധാരാളമായിട്ട് റോഡിൻ്റെ വശങ്ങളിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ആകർഷകത്വം തോന്നുന്ന ചെടിയാണിത്. പക്ഷേ ഒരു സസ്യാഹാരിയായ ഒരു ജീവികളും ഇതിൻ്റെ ഇലയോ പൂക്കളോ ഒന്നും കഴിക്കില്ല. അങ്ങനെ ജീവികൾ കഴിച്ചാൽ, ഏതെങ്കിലും മൃഗങ്ങളോ പക്ഷികളോ ഇതിൻ്റെ ഇലയോ കായോ പൂവോ ഒക്കെ കഴിച്ചാൽ അവർക്ക് ഭക്ഷ്യ വിഷബാധ ഏൽക്കും എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ വനഭൂമികളിൽ അലങ്കാര ചെടിയായിട്ട് ഇത് നട്ടുപിടിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതങ്ങ് വനത്തെ കീഴടക്കി പെട്ടെന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചു. അവസാനം നമ്മുടെ വനഭൂമിക്ക് തന്നെ, അല്ലെങ്കിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു വിനയായ കഥ നമ്മുടെ ന്യൂസുകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. കാരണം ഇത് സസ്യാഹാരിയായ ഒരു മൃഗങ്ങൾ ഇത് കഴിക്കില്ല. അങ്ങനെ പക്ഷി മൃഗാദികളൊക്കെ കാട് വിട്ടു പോയ ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വനത്തിലെ ആവാസ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഭീഷണിയായി മാറിയപ്പോൾ നമ്മുടെ സർക്കാർ കോടികൾ മുടക്കി കോൺട്രാക്റ്റ് കൊടുത്ത് കരാർ കൊടുത്ത് ഇത് നശിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഈ ചെടി ഈ വിഷുക്കാലത്ത് പ്രവാസികൾക്ക് കണി കാണാൻ ഈ മഞ്ഞക്കൊന്നേ ഉള്ളൂ.